നിലപാട് ഘടിപ്പിച്ച് ജി സുകുമാരൻ നായർ. കോൺഗ്രസ് ബി.ജെ.പി. നേതാക്കൾ പെരുന്നയിലേക്ക് ചർച്ചയ്ക്ക് വരേണ്ടെന്ന് ജി സുകുമാരൻ നായർ. സമദൂരത്തിലെ ശരിദൂരമാണ് NSS നിലപാടെന്നും ജനറൽ സെക്രട്ടറി പറഞ്ഞു. ആലോചിച്ച് പറയണ്ട, ഈ കാര്യം പറയാൻ വേണ്ട, വേറെ കാര്യം എന്താ പറയാനല്ല, ആളുകൾ വരരുതെന്ന് പറയാനൊക്കെ. സുജു ചേരുകയാണ്. സുജു, ഇന്ന് വളരെ വ്യക്തമായി തന്നെ വീണ്ടും ജി സുകുമാരൻ നായർ കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. ബി.ജെ.പിയും കോൺഗ്രസും ഇതൊന്നും ചർച്ച ചെയ്യാനായിട്ട് പെരുന്നയിലേക്ക് വരേണ്ടതില്ല, മറ്റു കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ വരാം എന്നാണ് പറയുന്നത്. സുജു. തീർച്ചയായിട്ടും NSS നിലപാട് ഘടിപ്പിക്കുകയാണ് സുകുമാരൻ നായർ. സുകുമാരൻ നായർക്ക് അതിനെ ധൈര്യമായിട്ട് NSS ജനറൽ സെക്രട്ടറിക്ക് മുന്നോട്ട് പോകാം. കാരണം ഇന്ന് നടന്ന പൊതുയോഗത്തിൽ NSSന്റെ പ്രതിനിധികളുടെ പരിപൂർണ പിന്തുണയാണ് ജി സുകുമാരൻ നായർക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ യോഗശേഷം ഇറങ്ങി വന്ന കോൺഗ്രസ് പാർട്ടി നേതാക്കളായിരിക്കുന്ന NSSന്റെ പ്രതിനിധികളുമായിരിക്കുന്ന ആളുകൾ, ഉദാഹരണം രാധാ വി നായർ, കോട്ടയം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ഗോപകുമാർ ഉൾപ്പെടെയുള്ളവർ ജി സുകുമാരൻ നായർക്ക് പരസ്യ പിന്തുണ നൽകുന്ന കാഴ്ചയും കണ്ടു. ഞാൻ പറഞ്ഞു വന്നത് NSSന്റെ പൊതുയോഗത്തിൻ്റെ പിന്തുണ ജി സുകുമാരൻ നായർ കൊണ്ട് എടുത്ത രാഷ്ട്രീയ നിലപാടിന്, അല്ലെങ്കിൽ സുകുമാരൻ നായരുടെ ഭാഷയിൽ പറഞ്ഞ സമദൂരത്തിലെ ശരിയായ നിലപാടിന് പിന്തുണ ലഭിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ പെരുന്നയിലേക്ക് ചർച്ചയ്ക്കായി കോൺഗ്രസ് ബി.ജെ.പിക്കാർ ഇനിയും വരുന്നതിന് സാധ്യത ചോദിക്കുന്നത്. ജി സുകുമാരൻ നായർ പറയുന്നു, സൗഹൃദ സംഭാഷണത്തിന് ആരും അതിനെ തടയാൻ സാധ്യമല്ല. എന്നാൽ ഈ വിഷയത്തിൽ ചർച്ചയ്ക്കിനി പെരുന്നയിലേക്ക് ഇരു കൂട്ടരും വരണ്ട എന്ന് വ്യക്തമാക്കുകയാണ് ജി സുകുമാരൻ നായർ. അതായത് കോൺഗ്രസിനും ബി.ജെ.പിക്കും കനത്ത തിരിച്ചടിയാണ് ജി സുകുമാരൻ നായരുടെ ഇന്നത്തെ പ്രസ്താവന. അതായത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ജി സുകുമാരൻ നായർ സർക്കാർ അനുകൂല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അനുകൂല നിലപാട് സ്വീകരിച്ചതിനെ പറ്റി ചർച്ച ചെയ്യാൻ കോൺഗ്രസും ബി.ജെ.പി ഇനിയും വരണ്ട. ഇത് ജി സുകുമാരൻ നായർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുന്നു, ബി.ജെ.പി ശബരിമലയ്ക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്തിട്ടില്ല. കേന്ദ്രത്തിൽ നിയമനിർമ്മാണം നടത്തുമെന്ന് പറഞ്ഞ ബി.ജെ.പിയുടെ ഭാഗത്തുനിന്ന് അത്തരമൊരു നീക്കമുണ്ടായിട്ടില്ല. ഇതെല്ലാം തന്നെ വ്യക്തമാക്കുന്ന ജി സുകുമാരൻ നായർ കോൺഗ്രസിൻ്റെയും ബി.ജെ.പിയുടെ മുമ്പിൽ പെരുന്നയുടെ വാതിൽ അടച്ചുവെന്നാണ്. എന്തായാലും കനത്ത തിരിച്ചടിയാണ് കോൺഗ്രസിനും ബി.ജെ.പിക്കും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ജി സുകുമാരൻ നായർ ആദ്യം എടുത്ത നിലപാട് ഇന്ന് പ്രതിനിധികളുടെ യോഗത്തിന് ശേഷം, പൊതുയോഗത്തിന് ശേഷവും ആവർത്തിക്കുകയാണ്. ആവർത്തിക്കുന്ന പ്രതിനിധികളുടെ പരിപൂർണ പിന്തുണയോടെ എന്നതും വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഷമി. തീർച്ചയായും NSS പ്രതിനിധി സഭയുടെ പൂർണ്ണമായ പിന്തുണ ജി സുകുമാരൻ നായർക്ക് ലഭിച്ചിരിക്കുന്നു. രാവിലെ തന്നെ സുജു പറഞ്ഞതുപോലെ ഈ കരയോഗങ്ങളുടെ പേരിൽ വരുന്ന ഈ പോസ്റ്ററിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വ്യക്തമായ രാഷ്ട്രീയ താല്പര്യമുള്ളവരാണ് എന്ന് ബോധ്യപ്പെടുന്ന പല സാഹചര്യങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ നൂറുകണക്കിന് കരയോഗങ്ങൾ ഉള്ളിടത്ത് ഒന്നോ രണ്ടോ പേർ ഇത്തരത്തിലൊരു ബാനറുമായി ഇറങ്ങി എന്ന് വിചാരിച്ച് NSS ജനറൽ സെക്രട്ടറിയെ അത് ബാധിക്കും എന്ന് കരുതാൻ കഴിയില്ലല്ലോ. അതുമാത്രവുമല്ല, പൂർണ്ണമായ ഏതാണ്ട് ഒരു വലിയ 90% ആൾക്കാരുടെ പിന്തുണ ഇവിടെ ഈ സുകുമാരൻ നായർക്ക് ലഭിക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും ഷമി, അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കാരണം NSSന്റെ പ്രതിനിധി യോഗം അല്ലെങ്കിൽ പൊതുയോഗത്തിന് ശേഷം ഇറങ്ങി വന്ന ആളുകൾ, അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ NSSന്റെ പൊതുയോഗത്തിൽ അതിൻ്റെ പ്രതിനിധിയെ പങ്കെടുക്കുന്നവരുടെ രാഷ്ട്രീയം പറയേണ്ടതല്ല. എന്നാൽ പോലും ഈ ഘട്ടത്തിൽ പറയാൻ കാരണം കോൺഗ്രസിൻ്റെ DCC നേതാക്കൾ, DCC ഭാരവാഹികളായ അല്ലെങ്കിൽ DCC നേതൃത്വത്തിൽ നിലയിൽ പ്രവർത്തിക്കുന്ന പ്രമുഖ നേതാക്കളായ രാധാ വി നായർ, അതുപോലെ തന്നെ ഗോപകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉൾപ്പെടെ NSS ജനറൽ സെക്രട്ടറിക്ക് വന്ന പരിപൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അതായത് ജി സുകുമാരൻ നായരുടെ നിലപാട് എന്ന് പറയുന്നത് NSSന്റെ നിലപാടാണ്, നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാടാണ്, മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ നിലപാട് തന്നെയാണ് ജി സുകുമാരൻ നായരുടെ നിലപാട്. അത് വ്യക്തിപരമായ നിലപാടല്ല, ആ നിലപാട് സർക്കാരിന് അനുകൂല നിലപാട്. അത് രാഷ്ട്രീയമല്ല, സമദൂരത്തിലെ ശരിദൂരമെന്ന ജി സുകുമാരൻ നായർ വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു. അത്തരത്തിലൊരു വ്യാഖ്യാനമാണ് കൊടുക്കുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ടത് അത്തരം നിലപാട് സ്വീകരിക്കുക മാത്രമല്ല, കോൺഗ്രസിനോടും ബി.ജെ.പിയോടും ഇനി ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വരണ്ട എന്ന നിലപാട് വ്യക്തമാക്കുകയും ചെയ്യുന്നു. അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരമൊരു വിഷയത്തിൽ ഇനി കോൺഗ്രസും ബി.ജെ.പിയുടെ ചർച്ചയ്ക്കുള്ള വാതിൽ അടച്ചിരിക്കുകയാണ്. സൗഹൃദ സംഭാഷണത്തിന് വരാമെന്ന് പറയുന്നു. വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം കോൺഗ്രസും ബി.ജെ.പി നേതാക്കൾ NSSന്റെ നിലപാടിനെ മറ്റു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ചില ആളുകൾ സൈബർ ആക്രമണം നടത്തുന്നു. ഭീഷണി കൊണ്ടോ അപവാദങ്ങൾ കൊണ്ടോ സൈബർ ഇടത്തിലെ ആക്രമണം കൊണ്ടോ എന്നും തൻ്റെ നിലപാടിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഇന്ന് വളരെ ഭംഗിയായി പെരുന്നയിൽ
പറഞ്ഞിരിക്കുന്നു. സുജു ടി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.